Good evening all. Welcome to the online classes of EduFix Academy. നമ്മൾ ഇന്ന് പുതിയൊരു പേപ്പർ സ്റ്റാർട്ട് ചെയ്യാണ്. BPCC 110 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ നിങ്ങൾക്ക് 5 ബ്ലോക്കുകളായിട്ടാണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ, അതായത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലേക്ക് ഒരു ഇൻട്രൊഡക്ടറി ഏരിയ എന്നുള്ള പോലെ ഇൻട്രൊഡക്ഷനും അതിന്റെ മെത്തഡോളജിക്കൽ അപ്രോച്ചസും അതിൽ വരുന്ന റിസർച്ചസ് ഒക്കെയാണ് നമ്മൾ ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തതിൽ ഇന്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷൻ, സെക്കൻഡ് ബ്ലോക്ക് ഇന്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷൻ ആണ് വരുന്നത്. അതിൽ കാര്യമായിട്ട് നമ്മൾ അതിൽ വരുന്ന സോഷ്യൽ ഇഷ്യൂസ്, സോഷ്യൽ പ്രോബ്ലംസ്, ഇന്റർവെൻഷൻ, ഇവാലുവേഷൻ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് ബ്ലോക്ക് കംപ്ലീറ്റ്ലി ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അതായത് സോഷ്യൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നുള്ളത് അല്ലെ. അപ്പം അത് ഏതൊക്കെ ഏരിയാസിലൂടെ നമുക്ക് അത് അപ്ലൈ ചെയ്യാം, ആ പെർട്ടിക്കുലർ ഏരിയാസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് 5 യൂണിറ്റ്സിലായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അതായത് എൻവയോൺമെന്റ് ആൻഡ് ഡൈവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, കമ്മ്യൂണിറ്റി ആൻഡ് ലീഗൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, പൊളിറ്റിക്കൽ ബിഹേവിയറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, കൺസ്യൂമർ ബിഹേവിയറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, വർക്ക് സെറ്റിംഗിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ബ്ലോക്ക് 3 എല്ലാ ഏരിയാസും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് 4, അതും ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള നിലക്ക് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ വർക്ക് സെറ്റിംഗ് വരെ പഠിച്ചു അല്ലെ, അതിനെ ഒന്ന് പകുതിയാക്കി മറ്റൊരു ബ്ലോക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെയും നമ്മൾ ആപ്ലിക്കേഷൻസ് തന്നെയാണ് പഠിക്കുന്നത്. എഡ്യൂക്കേഷണൽ സെറ്റിംഗ് ആൻഡ് ക്ലാസ് റൂം, സ്പോർട്സ്, സോഷ്യൽ മീഡിയ, ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറഞ്ഞിട്ട്. ഫിഫ്ത്ത് പ്രാക്ടിക്കൽ വരുന്ന ബ്ലോക്കാണ്. അതിൽ വരുന്ന 3 പ്രാക്ടിക്കൽസ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ഇന്റർവ്യൂ, ഡിസൈനിങ് ഇൻവെൻഷൻ ബേസ്ഡ് ഓൺ തിയറി ഓഫ് പ്ലാൻ ബിഹേവിയർ, ഫോർമാറ്റ് ഓഫ് പ്രാക്ടിക്കൽ നോട്ട്ബുക്ക്, ഇവാലുവേഷൻ. ഇത്രയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നോക്കാനുള്ളത്. ഓക്കെ, so let's start. First of all, block 1 introduction part to applied social psychology. അതിൽ തന്നെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തെന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് നോക്കാനുണ്ടാവുക. അപ്പൊ ഇതിൽ വരുന്ന ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ സൈക്കോളജി എന്താണ് എന്നുള്ള ഡെഫിനിഷനും നമുക്ക് നോക്കാനുണ്ട്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താണ് എന്നുള്ള ഡെഫിനിഷനും നമുക്ക് നോക്കാനുണ്ട്. പിന്നെ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ആയിട്ട് തന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരൊറ്റ ടോപ്പിക് ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി, അതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അതായത് സോഷ്യൽ സൈക്കോളജി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഡിഫറൻസസ് പഠിക്കാനാണ്. നമുക്ക് ഇതിൽ 4 മെയിൻ ഡിഫറൻസസ് പഠിക്കാനുണ്ട്. ഇതന്നെ സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആണ്. ഈ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി സയൻസ് ആകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തേർഡ് ടോപ്പിക് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഫോർത്ത് ടോപ്പിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്കഷൻ ആണ്. അതായത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും സോഷ്യൽ പോളിസിയും തമ്മിൽ എങ്ങനെയാണ് അതിന്റെ ഒരു റിലേഷൻഷിപ്പ് വരുന്നത്, അതിന്റെ ഒരു ലെവൽ ഓഫ് അനാലിസിസ് ആണ് നമ്മൾ ഫോർത്ത് ടോപ്പിക്കിൽ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിഷൻ എന്ന് പറയുമ്പം നമുക്ക് ഈ ഒരു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഈ ഒരു പേപ്പറിന് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സാം ടൈമിൽ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡെഫിനിഷൻ, ഒരു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ ഡെഫിനിഷൻ വെച്ചിട്ടാകുമ്പോൾ ആ ഒരു ആൻസർ ഒന്നുകൂടി ക്യാച്ചി ആവാൻ
കാരണമാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഡെഫിനിഷൻസ് പഠിക്കുക. ഡെഫിനിഷൻ ഇൻ ദ സെൻസ് സോഷ്യൽ സൈക്കോളജിക്ക് ഒരു ഡെഫിനിഷൻ, കറക്റ്റ് ഒരു ഡെഫിനിഷൻ പഠിക്കുക. അത് ആരാണ് കൊണ്ടുവന്നത്, ആ ഡെഫിനിഷൻ ആരാണ് കൊണ്ടുവന്നത്, ഇയർ പഠിക്കാനുണ്ടെങ്കിൽ ഏത് ഇയറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഒരു കറക്റ്റ് ഒരു പക്ക ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള മെറ്റീരിയലിൽ ഒരുപാട് ഡെഫിനിഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഷ്നീഡർ et al. 2012, social psychology can be defined as a science with an objective to comprehend how individuals relate, think, feel and influence each other. ഓക്കെ, സോഷ്യൽ സൈക്കോളജിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോഷ്യൽ സൈക്കോളജിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഒരു സയൻസ് ആയിട്ട് പറയാം എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു സംഗതി അത് സയൻസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? അത് പ്രൂവൻ ആയിരിക്കും. അതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ചുമ്മാ എന്തൊക്കെയോ പറയാ എന്നുള്ളതിനുപരി കറക്റ്റ് ആയിട്ട് എവിഡൻസ് ആയിട്ട് അതിൽ ടെസ്റ്റിംഗ് ഒക്കെ നടന്ന് എവിഡൻസ് ബേസ്ഡ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പ്രൂവ് ചെയ്ത സംഗതികൾ പഠിക്കുന്ന ഏരിയനെ നമുക്ക് സയൻസ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആണ്. അതുകൂടാതെ തന്നെ അതിൽ നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യുന്നത്, ഒരാളുടെ ചിന്ത മറ്റൊരാളെ എങ്ങനെ ബാധിക്കുന്നു, ഒരാൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, മറ്റൊരാളുടെ സ്വഭാവം വഴി ഇവർക്ക് തമ്മിൽ എങ്ങനെയാണ് ഫീലിങ്സ് വരുന്നത്, എങ്ങനെയാണ് ഒരാളുടെ ഫീലിങ്സ്, ഒരാളുടെ ചിന്തകൾ, ഒരാളുടെ ബിഹേവിയർ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള സംഗതികളാണ് സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുന്നത് ഒരാളുടെ ബിഹേവിയറും മൈൻഡും ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അത് ഒരാളുടെ മാത്രം കാര്യമാണ് പറയുന്നത്. എന്നാൽ സോഷ്യൽ സൈക്കോളജി ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ ഒരു അനാലിസിസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സോഷ്യൽ സൈക്കോളജി നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഷ്നീഡർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നോക്കുക, ഷ്നീഡർ et al. ഷ്നീഡർ et al. എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷ്നീഡർ കൂടാതെ 4ൽ കൂടുതൽ പേര് ഈ ഒരു സംഗതി പഠിക്കുന്നതിൽ അയാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഷ്നീഡർ et al. എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ള ഇയർ 2012 ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി? അപ്പൊ ഷ്നീഡറിന്റെ തന്നെ ഒരു ഡെഫിനിഷൻ ആണ് ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്ക് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിനെ നമുക്ക് സോഷ്യൽ സൈക്കോളജിന്റെ ഒരു ഫീൽഡ് ആയിട്ടോ ഒരു ബ്രാഞ്ച് ആയിട്ടോ നമുക്ക് പറയാം അല്ലേ? സോഷ്യൽ സൈക്കോളജിന്റെ ഒരു അപ്ലൈഡ് വേർഷൻ ആയിരിക്കും എന്ത്, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അല്ലേ? സോ it can be defined as branch of social psychology that draws on social psychology theories, principles, methods, and research evidence to contribute to the understanding of social and practical problems, the development of intervention strategies for improving the functioning of individuals, groups, organizations, committees, and societies with respect to social and practical problems. Okay, അപ്പോൾ നമുക്കറിയാം സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഒരു ഫീൽഡിന്റെ ഒരു ബ്രാഞ്ച് ആണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, ആ ഒരു സംഗതി ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അതൊരു ബ്രാഞ്ച് ആയി മാറുമ്പോൾ ഈ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ നിന്നും ഉള്ള തിയറീസും പ്രിൻസിപ്പിൾസും മെത്തേഡ്സും റിസർച്ചസും എല്ലാം എടുത്തുകൊണ്ട് തന്നെ അവര് എന്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, സമൂഹത്തിലുള്ള പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടിയിട്ടും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നു. ഓക്കെ, സോഷ്യൽ സൈക്കോളജിയിലുള്ള തിയറീസും പ്രിൻസിപ്പിൾസും മെത്തേഡ്സ് എല്ലാം ഉപയോഗിച്ച് അവര് ഈ പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടിയിട്ട്, സൊസൈറ്റിയൽ പ്രോബ്ലംസ്, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പഠനം മാത്രമല്ല അവിടെ നടക്കുന്നത്, അത് കൂടാതെ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുകയും അതുമൂലം തന്നെ ഇൻഡിവിജ്വൽസിന്റെയും ഗ്രൂപ്പ്സിന്റെയും സൊസൈറ്റിയിലുള്ള ഓർഗനൈസേഷന്റെയും കമ്മിറ്റിയുടെയും സൊസൈറ്റീസിന്റെയും എല്ലാവരുടെയും ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി പറയുന്നത്. ഓക്കെ, അപ്പോൾ തിയറീസ് പ്രിൻസിപ്പിൾസ് എല്ലാം യൂസ് ചെയ്ത്, സോഷ്യൽ സൈക്കോളജിയിലുള്ള തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത്
സൊസൈറ്റൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ്, അതായത് അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ മെഷേഴ്സ് അവർ ഇതുമൂലം തന്നെ എന്ത് ചെയ്യുന്നു, പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സോഷ്യൽ സൈക്കോളജി ഒരു തിയറി ബേസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സംഗതിയും ആ തിയറി നമ്മൾ പ്രാക്ടിക്കൽ ആക്കുമ്പോൾ കാണുന്നതാണ് എന്ത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഫംഗ്ഷനിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാം. സോഷ്യൽ സൈക്കോളജി ഇറ്റ്സ് എ ബ്രാഞ്ച് ആൻഡ് ഇറ്റ്സ് എ അതൊരു ഫീൽഡാണ്. ഓക്കെ, അതൊരു ഫീൽഡാണ്. അതിന്റെ അപ്ലൈഡ് വേർഷൻ അത് നമ്മൾ ആളുകളിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അപ്ലൈഡ് വേർഷൻ ആയിട്ട് മാറുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. നേച്ചർ ആൻഡ് സ്കോപ്പ് നമ്മൾ ഒരൊറ്റ ടോപ്പിക് ആയിട്ടാണ് നോക്കുന്നത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാനുള്ളത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിന് ശരിക്കും ഒരുപാട് കമ്പോണൻസ് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് 4 കമ്പോണൻസ് ആണ് വരുന്നത്. സ്കോപ്പ്, റേഞ്ച്, ടെസ്റ്റബിലിറ്റി, പാർസിമോണി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കമ്പോണൻസ് വരുന്നത്. ഓക്കെ, സ്കോപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ തിയറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആളുകളുടെ ബിഹേവിയേഴ്സ് നമുക്ക് ആ ഒരു തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ആ തിയറിയുടെ സ്കോപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കോപ്പ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ബിഹേവിയേഴ്സ് that are covered or explained by a theory. ഒരു പെർട്ടിക്കുലർ തിയറി സോഷ്യൽ സൈക്കോളജിയിലുള്ള ഒരു പെർട്ടിക്കുലർ തിയറിന്റെ സ്കോപ്പ്, ഈ ഒരു തിയറിക്ക് എത്ര സ്കോപ്പ് ഉണ്ടെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അത് എത്രത്തോളം ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയേഴ്സിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതായിരിക്കും ആ ഒരു തിയറിയുടെ സ്കോപ്പ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി റേഞ്ച്. റേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഞ്ച് ഹാസ് ടു ഡു വിത്ത് വെദർ ബിഹേവിയർ ഓഫ് സർട്ടൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയേഴ്സ് ഇസ് കവേർഡ് ഓർ ദാറ്റ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് സമൂഹത്തിലെ എല്ലാവരുടെയും ബിഹേവിയേഴ്സ് ആ ഒരു തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ, ഓക്കെ, അതോ certain ഇൻഡിവിജ്വൽസിന്റെ മാത്രം ബിഹേവിയേഴ്സ് ആണോ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു പെർട്ടിക്കുലർ തിയറി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു തിയറി ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ ഇനി വീണ്ടും അത് പഠിക്കും. ഓക്കെ, പഠിക്കുമ്പോൾ നമുക്ക് ആ തിയറി എന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ സോഷ്യൽ ലേണിംഗ് തിയറി ബന്ദുര പ്രപ്പോസ് ചെയ്തിട്ടുള്ള സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി സോഷ്യൽ സൈക്കോളജിയിലുണ്ട്. ആ തിയറി എന്നുള്ളത് സകലമായ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ, അതോ പെർട്ടിക്കുലർ സർട്ടൻ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ മാത്രമാണോ, അതായത് ഒരു പെർട്ടിക്കുലർ സ്കൂൾ കുട്ടികളുടെ ബിഹേവിയർ മാത്രമാണോ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതോ എല്ലാ ആളുകളിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു തിയറി ആണോ അത് എന്നുള്ളതാണ് അതിന്റെ റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടെസ്റ്റിമോണി. ടെസ്റ്റിമോണി എന്ന് പറയുമ്പോൾ ടെസ്റ്റബിലിറ്റി ഹാസ് ടു ഡു വിത്ത് വെദർ എ തിയറി ക്യാൻ ബി ടെസ്റ്റഡ്, ദാറ്റ് ഈസ് വെദർ ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ഓർ ഡിസ്പ്രൂവ്ഡ്. അതായത് ഒരു പെർട്ടിക്കുലർ തിയറി ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റിൽ സോഷ്യൽ സൈക്കോളജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, അതായത് അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, അതോ അതിനെ അൺപ്രൂവ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഫാൾസ്, ഈ ഒരു പെർട്ടിക്കുലർ തിയറി ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നാൽ അത് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും എന്നുള്ള ആ ഒരു ടെസ്റ്റിംഗ് കപ്പാബിലിറ്റി ആ ഒരു തിയറിക്ക് ഉണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റിമോണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പാർസിമോണി. പാർസിമോണി denotes that less propositions are utilized by a theory while an event or phenomenon is explained. ഓക്കെ, പാർസിമോണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഒരു പെർട്ടിക്കുലർ തിയറിക്ക് ഒരുപാട് പ്രൊപ്പോസിഷൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു പെർട്ടിക്കുലർ തിയറി നമുക്ക് പഠിക്കാനുണ്ട്, അതിന് ഒരുപാട് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അസംഷൻസ് അല്ലെങ്കിൽ ഒരുപാട് വിവരണങ്ങൾ ആ ഒരു തിയറിക്ക് ഉണ്ടെങ്കിൽ എന്തായാലും അത് എന്ത് ചെയ്യും, ഒരു പ്രിസിഷൻ കൊണ്ടുവരില്ല. അതായത് ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാക്കും. നമുക്ക് ഏത് എക്സ്പ്ലനേഷൻ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു നല്ല തിയറി എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും ലെസ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ്, ഏറ്റവും കുറവായിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, കുറവായിട്ടുള്ള അസംഷൻസ് മാത്രമേ ഒരു തിയറിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് പാർസിമോണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിനോട്ട്സ് ദ ലെസ് പ്രൊപ്പോസിഷൻസ് ആർ യൂട്ടിലൈസ്ഡ് ബൈ എ തിയറി വൈൽ ആൻ ഇവന്റ് ഓർ ഫിനോമിനൻ ഈസ് എക്സ്പ്ലെയിൻഡ്. ഒരു പെർട്ടിക്കുലർ ഫിനോമിന ആ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഏറ്റവും ലെസ് ആയിട്ടുള്ള അസംഷൻസ് മാത്രമേ ഉള്ളൂ ആ ഒരു തിയറിക്ക് പറ്റുകയുള്ളൂ എന്നുള്ളതാണ് പാർസിമോണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് 4 കമ്പോണൻസ് ഓഫ്
എന്ത് സോഷ്യൽ സൈക്കോളജി, സ്കോപ്പ്, റേഞ്ച്, ടെസ്റ്റിമണി ആൻഡ് പാർസിമണി. Okay. A theory can be developed based on the observations of events or phenomenon as they occur in day-to-day life, and the specific hypotheses that are derived from the theory can be stated and then tested. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഒരു തിയറി സോഷ്യൽ സൈക്കോളജിയിലേക്ക് വരിക എന്നുള്ളതാണ് പറയുന്നത്. ഒരു തിയറി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നമ്മളുടെ സോഷ്യൽ ലൈഫിലുള്ള ഒരുപാട് ഇവന്റ്സ് നമ്മൾ ഒബ്സർവ് ചെയ്തതിന്റെ ശേഷം ഫസ്റ്റ് ഒബ്സർവേഷൻ നടക്കും. ആ ഒബ്സർവേഷൻ നടന്നതിന്റെ ശേഷം ആയിരിക്കും നമ്മൾ എന്താണ് ചെയ്യുക, അതിന് ആ ഒരു ഒബ്സർവേഷൻസ് ഓഫ് ഇവന്റ്സ് ഓർ ഫിനോമിനൻ ആസ് ദേ ഒക്കർ ഇൻ ഡേ ടു ഡേ ലൈഫ് ആൻഡ് ദ സ്പെസിഫിക് ഹൈപ്പോത്തിസിസ് ദാറ്റ് ആർ ഡിറൈവ് ഫ്രം ദ തിയറി ക്യാൻ ബി ടെസ്റ്റഡ്. അതായത് നമ്മൾ തിയറി കൊണ്ടുവന്നതിന്റെ ശേഷമായിരിക്കും അതിലൊരു ഹൈപ്പോത്തിസിസ് വരുന്നത്. ആ ഹൈപ്പോത്തിസിസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ് പറയുന്നത്. So, in applied social psychology, the results obtained by testing a theory are further utilized in order to modify the theory and carry out further observations. Okay. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഉപയോഗിച്ച് നമുക്ക് ഓരോ തിയറീസിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ടെസ്റ്റ് ചെയ്തതിന്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈ തിയറീസ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സിന്റെ ബേസിസിൽ, ഒബ്സർവേഷൻസിന്റെ ബേസിസിൽ ഫർദർ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു നേച്ചർ ആയിട്ട് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഫർദർ മോഡിഫൈഡ് ആഫ്റ്റർ ടെസ്റ്റിംഗ്. Further, applied social psychology can be theory driven or problem driven. അതായത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ വരുന്ന തിയറീസ് നമുക്ക് തിയറിയിൽ തന്നെ സോഷ്യൽ സൈക്കോളജിയിലുള്ള തിയറി ഡ്രിവൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഡ്രിവണും ആയിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. തിയറി ഡ്രിവൺ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ അവിടെ അത് ടെസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ സൈക്കോളജിയിലുള്ള പർട്ടിക്കുലർ തിയറീസ് തന്നെ ആയിരിക്കും. ആൻഡ് അതിന് നമുക്ക് എങ്ങനെ സോഷ്യൽ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതായിരിക്കും അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ആൾസോ ഇൻക്ലൂഡ്സ് ദ വാലിഡേഷൻ ഓഫ് ദ തിയറി. അതായത് ആ തിയറിന്റെ എത്രത്തോളം വാലിഡിറ്റി ഉണ്ട്, അതായത് ആ തിയറി പറയുന്ന കാര്യം തന്നെയാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വഴിയും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു വാലിഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Whereas the focus of the problem driven applied social psychology is on the development of intervention strategies in order to deal effectively with social problems. അപ്പം ഇവിടെ പറയുന്നത് ഇനി പ്രോബ്ലം ഡ്രിവൺ ആയിട്ടുള്ള അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ആണ് നോക്കുന്നത്. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഇഷ്യൂ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതിന്റെ ഒരു മെഷർ ആണ് അവിടെ എടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. The scope of applied social psychology is thus very vast and it finds application in various fields ranging from health, education, sports to work setup. അതായത് ഇപ്പൊ ഇത്രയും നമ്മൾ നേച്ചർ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി സ്കോപ്പിലേക്ക് വരുമ്പോൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നമുക്ക് എവിടേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു, ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ഹെൽത്തിലേക്കും എഡ്യൂക്കേഷനിലേക്കും സ്പോർട്സിലേക്കും വർക്ക് സെറ്റപ്പിലേക്കും ഒക്കെ നമുക്ക് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. The research in applied social psychology mainly focuses in understanding the social issues and problems, developing suitable intervention strategy, and evaluating the effectiveness of intervention strategy. ഇവിടെ നമുക്ക് ഇവാലുവേറ്റീവ് റിസർച്ച് എന്നുള്ളൊരു ടേം പഠിക്കാനുണ്ട്. ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഉപയോഗിച്ച് ഒരുപാട് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു അല്ലെ. സോഷ്യൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യും. ഈ ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസിന്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കുന്നതാണ്. അങ്ങനെ നോക്കുന്ന പ്രോസസ്സിനെയാണ് ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു മെഷർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ മെഷർ എത്രത്തോളം എഫക്റ്റീവ് ആണ്, എത്രത്തോളം ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നതിന്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. Program designing mainly involves developing
developing certain programs or intervention strategies based on the research results obtained through applied social psychology. The principles and theories of social psychology can be applied to various fields. അപ്പം പ്രോഗ്രാം ഡിസൈനിങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരുപാട് ഒബ്സർവേഷൻസ് ചെയ്യുന്നുണ്ടാകും സോഷ്യൽ സൈക്കോളജിന്റെ ഭാഗമായിട്ട്. അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ പ്രോഗ്രാം ഡിസൈനിങ് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എൻവയോൺമെന്റ്, ഡൈവേഴ്സിറ്റി, കമ്മ്യൂണിറ്റി, ലീഗൽ സിസ്റ്റം ഇതിലേക്കൊക്കെ നമുക്ക് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജീനെ നമുക്ക് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതിലുള്ള തിയറീസ് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. കൂടാതെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർവെൻഷൻ സ്ട്രാറ്റജിന്റെ ഉപയോഗപ്രകാരം നമുക്ക് ഒരു എൻവയോൺമെന്റിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി വർക്ക് സെറ്റപ്പിൽ നമുക്ക് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടീംസും ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എങ്ങനെ നമുക്ക് ഈ ടീംസിലും ഗ്രൂപ്പ്സിലും ഒക്കെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് പറയാം. കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ എന്തായാലും എന്തുണ്ടാവും, ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകും അല്ലെ. ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ അവിടെ എന്തായാലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ആ കോൺഫ്ലിക്റ്റിന് ഒരു റെസൊല്യൂഷൻ വേണ്ടി വരും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ലീഡർഷിപ്പിന്റെ പല ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് വരുന്നുണ്ട്. അതിൽ ഏത് ലീഡർഷിപ്പ് ആണ് മോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ്, അതുപോലെ തന്നെ ടീം ഡൈനാമിക്സ്, ഇതൊക്കെ സോഷ്യൽ സൈക്കോളജി, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ നമുക്ക് സ്കോപ്പിലേക്കൊക്കെ ഇത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് സ്പോർട്സിലേക്ക് വരുമ്പോൾ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ് വേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സോഷ്യൽ മീഡിയ, കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് എങ്ങനെ സോഷ്യൽ സൈക്കോളജിനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലുള്ള തിയറീസിനെ എടുത്തുകൊണ്ട് പഠിക്കുന്ന ഒരു ഫീൽഡ് ആണെങ്കിൽ കൂടെ അത് തിയറീനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഒരുപാട് എന്താണ് സോഷ്യൽ ഇഷ്യൂസിലേക്ക് ആണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിലേക്കാണ് അത് കണ്ണ് നോക്കിയിരിക്കുന്നത്. ആ സോഷ്യൽ ഇഷ്യൂസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാനുള്ള മെഷേഴ്സ് ഡെവലപ്പ് ചെയ്യാനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള നമ്മളുടെ ഒരു മെയിൻ ഏരിയ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ എന്നൊക്കെ പറയുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, ഡിഫറൻസ് നോക്കുമ്പോൾ സോഷ്യൽ സൈക്കോളജി എന്താണെന്നുള്ളത് നമ്മൾ പക്കയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. നേച്ചർ, സ്കോപ്പ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പം അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ വരുന്നതിൽ തന്നെ എന്തുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. സോഷ്യൽ സൈക്കോളജി വെറും എന്താണ്, ഹ്യൂമൻ ബിഹേവിയറിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ വരുന്ന ഹ്യൂമൻ ബിഹേവിയർ, സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗാദറിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ വരുന്ന ഇൻഡിവിജ്വൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമായിരിക്കും സോഷ്യൽ സൈക്കോളജി നോക്കിക്കാണുന്നത്. എന്നാൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, സോഷ്യൽ സൈക്കോളജി ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ ഇൻഡിവിജ്വൽ നിലനിൽക്കുന്ന ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സിനെ ബാധിക്കും എന്നുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് സോഷ്യൽ സൈക്കോളജി കണ്ടുപിടിച്ചതെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഡിഫറൻസ് വരുന്നത്. സോ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഡീൽസ് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഇൻ വേരിയഡ് ഫീൽഡ്സ് എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത് സോഷ്യൽ സൈക്കോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. ഈസി ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. അതായത് സോഷ്യൽ സൈക്കോളജി എന്നുള്ളത് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നുള്ളത് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സൈക്കോളജിയുടെ ബ്രാഞ്ച് ആയിട്ട് സോഷ്യൽ സൈക്കോളജിനെ പറയാം. സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആയിട്ട് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈസി ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണിത്. അപ്പൊ രണ്ട് ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഫോക്കസ്.
ഫോക്കസിലും ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ഏകദേശം അതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. സോഷ്യൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് തിയറീസിനെയാണ്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നാൽ ഫോക്കസ് ചെയ്യുന്നത് തിയറീസിനെ മനസ്സിലാക്കിയതിന്റെ ശേഷം ആ തിയറീസ് നമുക്ക് എങ്ങനെ സോഷ്യൽ പ്രോബ്ലംസിലേക്കും ഇഷ്യൂസിലേക്കും ഒക്കെ കൊണ്ടുവരാം എന്നുള്ളതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നോക്കിക്കാണുന്നത്. നെക്സ്റ്റ് ഫോർത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് പറയുന്നത്. ഇൻ സോഷ്യൽ സൈക്കോളജി നമുക്ക് ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ് വരുന്നത്. സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത് ഡിഡക്റ്റീവ് അപ്രോച്ച് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒരു പർട്ടിക്കുലർ തിയറി ടെസ്റ്റ് ചെയ്യുക, ആ തിയറി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സോഷ്യൽ ബിഹേവിയറിനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ സൈക്കോളജി നോക്കുന്നത്. എന്നാൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണ് നോക്കുന്നത്. ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് നമ്മൾ വലിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇൻഡക്റ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻവോൾവ്സ് ഡിറൈവിങ് എ ന്യൂ തിയറി, ഒരു പുതിയ തിയറി ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നോക്കുന്നത്. എന്നാൽ വിച്ച് തിയറി പ്രൊവൈഡ് അഡിക്വേറ്റ് എക്സ്പ്ലനേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സോഷ്യൽ ഇഷ്യൂ ഓർ പ്രോബ്ലം. ആ തിയറി എന്ത് ചെയ്യണം, ആ സോഷ്യൽ ഇഷ്യൂവിനെ അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലത്തിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്ന ഒന്നായിരിക്കണം എന്നുള്ളതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഊന്നി പറയുന്നത്. അപ്പൊ ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ് സോഷ്യൽ സൈക്കോളജി കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ ചുരുക്കിയെടുത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രം പറയാന്നുള്ളതാണ് സോഷ്യൽ സൈക്കോളജിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. എന്നാൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണ്. നമ്മൾ ഒരു വലിയ കാര്യം തന്നെ, ഒരു വലിയ സോഷ്യൽ ഇഷ്യൂവിന്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെ നമ്മൾ ഇവിടെ പറയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഡെഫിനിഷൻ നോക്കി, സോഷ്യൽ സൈക്കോളജിയിലും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലും ഡെഫിനിഷൻ നോക്കി. അതിന്റെ ശേഷം നമ്മൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കോപ്പിൽ മെയിൻലി നമ്മൾ ഏതൊക്കെ ഫീൽഡിലേക്കാണ് സോഷ്യൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ശേഷം 4 മെയിൻ ഡിഫറൻസസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.